അർബൻ നക്സൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് PFI ബന്ധവും. PFI ഭീകരർ അർബൻ നക്സലുകളുടെ മറപറ്റി വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതായാണ് വിവരം. മാവോയിസ്റ്റ് ഭീകര കേസുകളിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് NIA. മാവോയിസ്റ്റ് റിക്രൂട്ട്മെന്റ് കേസിൽ 3 മാവോയിസ്റ്റ് നേതാക്കൾക്കെതിരെ ജൂണിൽ കുറ്റപത്രം സമർപ്പിക്കും. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അർബൻ മാവോയിസ്റ്റുകളെ മറയാക്കിക്കൊണ്ട് ഭീകര സംഘടനകൾ, പ്രത്യേകിച്ച് രാജ്യത്ത് നിരോധിത ഭീകര സംഘടനയായ PFI മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് അർബൻ മാവോയിസ്റ്റുകൾ പല കേന്ദ്രങ്ങളിലും സജീവമാണ്. സായുധ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ അവസാനിപ്പിച്ചു എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് അർബൻ മാവോയിസ്റ്റ് വിഭാഗങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്നത്. പ്രത്യേകിച്ച് 150ഓളം അർബൻ മാവോയിസ്റ്റുകൾ നഗരങ്ങളിൽ, വിവിധ നഗരങ്ങളിലായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ അർബൻ മാവോയിസ്റ്റുകൾ പ്രധാനമായും ചെയ്യുന്നത് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മാവോയിസ്റ്റ് സ്വാധീനം ആ പ്രദേശങ്ങളിലെല്ലാം അല്ലെങ്കിൽ ആ ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലെല്ലാം തന്നെ കടുത്ത കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, അല്ലെങ്കിൽ അതിതീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതിലൂടെ മാവോയിസ്റ്റ് തത്വങ്ങളിലേക്ക് അവരെ എത്തിക്കുക എന്നത് തന്നെയാണ്. PFI നിരോധനത്തിന് ശേഷം ഈ ആളുകൾക്ക്, PFI ഭീകരവാദികൾക്ക് അവിടെ ചേക്കേറാൻ മറ്റു സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതിൽ കുറേ ആളുകൾ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം ഭാഗമായി അതിൽ നുഴഞ്ഞു കയറി പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ചെറിയൊരു വിഭാഗം ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നതിന് ഒരു മറ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ തണൽ ആവശ്യമാണ്. അത്തരത്തിലാണ് ഈ അർബൻ മാവോയിസ്റ്റുകളുടെ ഭാഗമായി പ്രവർത്തിച്ചത്. പലപ്പോഴും അർബൻ മാവോയിസ്റ്റുകൾ അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പലതിലും മുൻ PFIയുടെ ഭീകരവാദി നേതാക്കളെ പലരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അവരെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് അർബൻ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതാക്കളെ, അർബൻ മാവോയിസ്റ്റ് നേതാക്കളെ PFI അത് പല ലേബലുകളിൽ, നിരോധനത്തിന് ശേഷം മറ്റു പല ലേബലുകളിൽ ചില പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ പകരം അർബൻ മാവോയിസ്റ്റുകളെയും ഈ പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും എല്ലാം ചെയ്തു. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിവിധ അന്വേഷണങ്ങൾ നടത്തുകയും അതിൻ്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയും ചെയ്യുകയാണ്. മാത്രമല്ല, ദേശീയ അന്വേഷണ ഏജൻസി അടക്കം അർബൻ മാവോയിസ്റ്റുകൾക്കെതിരെയും മാവോയിസ്റ്റ് ഭീകരവാദ പ്രവർത്തനത്തിനെതിരെയും നടപടികൾ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് 4ഓളം കേസുകളിൽ അന്വേഷണ സംഘം അതിവേഗം തന്നെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറ്റപത്രം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേക കോടതിയിൽ, കൊച്ചിയിലെ കലൂർ NIA കോടതിയിൽ സമർപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മാവോയിസ്റ്റ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസാണ്. അത് പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി എന്ന സംഘടനയിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ക്യാമ്പുകൾ, സായുധ ക്യാമ്പുകൾ, ആ ക്യാമ്പുകളിലൂടെ നിരവധി ആളുകളെ മാവോയിസ്റ്റ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി എന്നതാണ് ഈ കേസ്. അതിൽ രാഘവേന്ദ്ര അടക്കമുള്ള മാവോയിസ്റ്റ് നേതാക്കൾക്ക് എതിരായ കുറ്റപത്രമാണ് അടുത്ത മാസം ജൂണിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് PFI ഭീകരവാദ ഗ്രൂപ്പുകൾ അർബൻ മാവോയിസ്റ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനെയും അതിനെ മറയാക്കി രാജ്യത്തിനെതിരായ നീക്കങ്ങൾ, കലാപങ്ങൾ, ഒപ്പം തന്നെ സായുധ മാവോയിസ്റ്റുകളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.